പനിയൊക്കെ വരുമ്പോൾ പൊതുവേ എല്ലാവരും കഞ്ഞിയല്ലേ കഴിക്കാറ്. എനിക്കും എൻ്റെ കെട്ടിയോനിക്കും അപ്പം എവിടെന്നോ ഒരു നെയ്ക്കുടൽ കറി കഴിക്കാനൊരു പൂതി വരും. അതായത് നമ്മുടെ പോട്ടിക്കറി. ഇപ്രാവശ്യത്തെ പനിക്കും നമ്മൾ നെയ്ക്കുടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് നോക്കാം. കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെയ്ക്കുടൽ ഇട്ട് കൊടുക്കണം. ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കറി മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. ശേഷം കട്ട് ചെയ്ത് വെച്ചേക്കണ പൊട്ടറ്റോയും കൂടി ചേർത്തിട്ട് ഒരു 7 വിസിലിന് വേവിച്ചെടുക്കാം. അതേസമയം ഇതിന് വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. ഒരു പാനിൽ 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ബ്രൗൺ കളർ ആവണ വരെ വറുത്ത് കോരി മാറ്റി വെക്കാം. അതേ പാനിൽ തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാള ബ്രൗൺ കളർ ആവണ വരെ വറുത്ത് കോരി മാറ്റി വെക്കണം. ഒരു ചട്ടിയിലേക്ക് സവാള ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ശേഷം ഒരു 15 ഉള്ളി, എരിവിനാവശ്യമായ പച്ചമുളക്, ഒരു മീഡിയം സൈസ് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ വറുത്ത് വെച്ചിരുന്ന പൊടികളും പൊരിച്ചു വെച്ച സവാളയും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന നെയ്ക്കുടൽ കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. നെയ്ക്കുടലിന്റെ കൂടെ വേവിച്ച ഉരുളക്കിഴങ്ങ് ഉടയാതിരിക്കാൻ ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കുറച്ച് മല്ലിയിലയും പുതിനയും വിതറി ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാവരും ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ പോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്.